സ്വകാര്യ കാസിനോ അല്ല, ആധുനിക കടൽക്കൊള്ളക്കാരുടെ പിൻമുറ്റവുമല്ല. ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാനിയൻ നിയമസഭാംഗം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടലിടുക്ക് ഏറ്റെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് തിങ്കളാഴ്ച നടന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതിക ചർച്ചകൾക്കിടയിൽ ഹോർമുസ് കടലിടുക്കിന്മേലുള്ള ഇറാന്റെ അധികാരം ഉറപ്പിച്ചുകൊണ്ട് ഇറാൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ സമിതി തലവൻ ഇബ്രാഹിം അസീസി അമേരിക്കയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എക്സിലെ ഒരു പോസ്റ്റിൽ ഹോർമുസ് കടലിടുക്കിനെ കുറിച്ച് ട്രംപ് ഭീഷണി മുഴക്കിയതിനെ അസീസി വിമർശിക്കുകയും ചെയ്തു. ഇത് നിങ്ങളുടെ സ്വകാര്യ കാസിനോയോ ആധുനിക കാലത്തെ കടൽക്കൊള്ളക്കാരുടെ പിൻമുറ്റമോ അല്ല എന്ന് പ്രസ്താവിച്ചു. നയതന്ത്രപരമായ ശ്വാസം മുട്ടൽ സംബന്ധിച്ച അന്തിമ തീരുമാനം ഇറാനിയൻ ജനതയുടെയും സേനയുടെയും പക്കലാണെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു. നിങ്ങൾ ഭീഷണി മുഴക്കുന്നു, ഞങ്ങൾ നടപടിയെടുക്കുന്നു. ഹോർമുസ് കടലിടുക്ക് നിങ്ങളുടെ സ്വകാര്യ കാസിനോയോ ആധുനിക കാലത്തെ കടൽക്കൊള്ളക്കാരുടെ പിൻമുറ്റമോ അല്ല. ഇവ ഇറാനിയൻ പരമാധികാര ജലാശയങ്ങളാണ്. അന്തിമ തീരുമാനം ഇറാനിലെ കുലീനരായ ജനങ്ങളിലും അവരുടെ ധീരരായ സായുധ സേനകളിലുമാണെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തന്ത്രപരമായി നിർണായകമായ ഹോർമുസ് കടലിടുക്ക് തടയാനുള്ള ഏതൊരു ശ്രമത്തിനെതിരെയും ഇറാന് കർശന മുന്നറിയിപ്പ് നൽകുകയും അത്തരം നടപടി സ്വീകരിച്ചാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച രാത്രി ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയതായി വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പരാമർശം. സമുദ്ര തടസ്സമുണ്ടാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് നേരിട്ടുള്ള മുന്നറിയിപ്പിൽ സുപ്രധാനമായ കപ്പൽപാതയിലെ ഏതൊരു ഉപരോധത്തിനും വാഷിംഗ്ടൺ അതിശക്തമായി പ്രതികരിക്കുമെന്നും US പ്രസിഡന്റ് സൂചിപ്പിച്ചു. നിങ്ങൾ അത് അടച്ചുപൂട്ടിയാൽ നിങ്ങൾക്ക് ഒരു രാജ്യവും ഉണ്ടാകില്ല. നിങ്ങളുടെ പുറന്തള്ളപ്പെട്ട രാജ്യത്തേക്ക് പോലും നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്നും ട്രംപ് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞു. ആഗോള ഷിപ്പിംഗ് ഇടനാഴി സുരക്ഷിതമാക്കുന്നതിന് വാഷിംഗ്ടണിന് നേരിട്ടുള്ള പ്രവർത്തന നിയന്ത്രണം ഏറ്റെടുക്കാമെന്നും ജലപാതയിലൂടെ സഞ്ചരിക്കുന്ന എണ്ണ കയറ്റുമതികൾക്ക് ട്രാൻസിറ്റ് ഫീസ് ഈടാക്കാമെന്നും US പ്രസിഡന്റ് നിർദ്ദേശിച്ചു. വേണ്ടിവന്നാൽ നമുക്ക് കടലിടുക്ക് പിടിച്ചെടുക്കാം, ഞാൻ അവരുടെ കഴുതയെ ഊരി മാറ്റും, അയാൾ പറഞ്ഞു. നയതന്ത്ര ചർച്ചകൾ സ്തംഭിച്ചാൽ സാമ്പത്തിക നടപടികളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ റിപ്പബ്ലിക്കൻ നേതാവ് കൂട്ടിച്ചേർത്തു. അവർ ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ഞങ്ങൾ ടോൾ പിരിക്കും. മുന്നറിയിപ്പ് ഉണ്ടായിരുന്നിട്ടും ഹോർമുസ് കടലിടുക്കിൽ സംഭവങ്ങളും തെറ്റായ ആശയവിനിമയവും ഒഴിവാക്കാൻ ഇറാനും അമേരിക്കയും നേരിട്ടുള്ള ആശയവിനിമയ മാർഗം സ്ഥാപിച്ചതായി 14 പോയിന്റ് ധാരണാപത്രത്തിന് കീഴിലുള്ള ഉന്നതതല ചർച്ചകളുടെ ആദ്യ റൗണ്ടിന് ശേഷം മധ്യസ്ഥരായ ഖത്തറും പാകിസ്ഥാനും തിങ്കളാഴ്ച പ്രഖ്യാപിച്ചു. സ്വിറ്റ്സർലൻഡിലെ ബെർഗൻ സ്റ്റോക്കിൽ നടന്ന ലേക്ക് ലൂസേൻ ഉച്ചകോടിക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ഇങ്ങനെ പറഞ്ഞു. കൂടാതെ ഹോർമുസ് കടലിടുക്ക് വഴി വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നു പോവുക എന്ന ലക്ഷ്യത്തോടെ സംഭവങ്ങളും തെറ്റായ ആശയവിനിമയവും ഒഴിവാക്കുന്നതിനായി ധാരണാപത്രത്തിന്റെ 5ാം ഖണ്ഡികയിൽ പരാമർശിച്ചിരിക്കുന്ന കാലയളവിലേക്ക് കക്ഷികൾക്കിടയിൽ ഒരു ആശയവിനിമയ ലൈൻ രൂപീകരിച്ചിട്ടുണ്ട്. ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ പേർഷ്യൻ ഗൾഫിൽ നിന്നും ഒമാൻ കടലിലേക്കും തിരിച്ചും 60 ദിവസത്തേക്ക് മാത്രം വാണിജ്യ കപ്പലുകൾ സൗജന്യമായി സുരക്ഷിതമായി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമെന്നും പ്രസ്താവിക്കുന്ന മെമ്മോറാണ്ടത്തിന്റെ 5ാം ഖണ്ഡികയുമായി ആശയവിനിമയ ചാനൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വ്യവസ്ഥ പ്രകാരം 60 ദിവസത്തെ ചർച്ചാ കാലയളവിൽ ട്രാൻസിറ്റ് ഫീസ് ചുമത്താതെ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള വാണിജ്യ കപ്പൽ ഗതാഗതം സുഗമമാക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണ്. വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം ഉടൻ ആരംഭിക്കുമെന്നും മെമ്മോറാണ്ടം പറയുന്നു. തന്ത്രപ്രധാനമായ ജലപാതയിലുടനീളം വാണിജ്യ സമുദ്ര പ്രവർത്തനങ്ങൾ ഉടനടി പുനരാരംഭിക്കുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. ഈ നടപടി പ്രകാരം ഇറാൻ നാവിഗേഷനിലെ തടസ്സങ്ങൾ പരിഹരിച്ച് 1 മാസത്തിനുള്ളിൽ പ്രവർത്തനം ആരംഭിക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.